ഇവിടെ മറിയയുടെ കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു വാക്ക് എന്താണ്? മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. മേരി ഹാസ് ചോസൻ ദ ബെസ്റ്റ് പാർട്ട്. അവിടെ പറയുന്നത് നീ തിരഞ്ഞെടുത്തത് മോശമാണെന്നല്ല പറയുന്നത്, നീ തിരഞ്ഞെടുത്തത് കുഴപ്പമില്ലാത്തതാണെന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ്. വൈ ഇറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ്? മേരി ഹാസ് ചോസൻ ദ ബെസ്റ്റ് പാർട്ട്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് അവളോട് ആരും അപഹരിക്കയില്ല. അതുകൊണ്ടാണ് അത് ബെസ്റ്റ് ആകുന്നത്. അത് അവളോട് ആരും അപഹരിക്കത്തില്ല. അത് പറയുമ്പോൾ കർത്താവ് അവളോട് പറയുന്ന, മാർത്തയോട് പറയുന്ന കാര്യമുണ്ട്. നിന്റെ ശുശ്രൂഷ ഇപ്പം തന്നെ പോയല്ലോ. കാര്യം എന്താ? കുഴഞ്ഞു കഴിഞ്ഞാൽ പോയി. ഈ ശുശ്രൂഷയുടെ യാതൊരു ഗുണവും ഇനിയിപ്പം ഇല്ല. കാര്യം കുഴഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്നൊന്നും ദൈവം കണക്കെടുത്തില്ല. കുഴഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം കണക്കെടുത്തില്ല. അപ്പോൾ കുഴയുന്നതിന് മുമ്പേ പ്രാർത്ഥന ഒന്ന് നിർത്തുന്നത് നല്ലത്. ഞാൻ പറഞ്ഞത്, ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? ചിയർഫുൾ ആയിരിക്കണം. അതെന്ത് ചെയ്താലും ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. ദൈവം എന്ത് ചെയ്യുന്നു? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. കുഴഞ്ഞു കഴിഞ്ഞിട്ട് ശുശ്രൂഷ ചെയ്തൊരു കാര്യമൊന്നുമില്ല. കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി നമുക്കതൊരു ബേർഡനായി, അത് കർത്താവിന് സങ്കടമേ ഉണ്ടാകത്തുള്ളൂ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുന്നതും എങ്ങനെയായിരിക്കണം? വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഇഫ് യു സെർവ് ദ ലോർഡ്, യു നീഡ് ടു സെർവ് ഹിം വിത്ത് ഓൾ യുവർ ഹാർട്ട്. അങ്ങനെ അവനെ സേവിക്കുന്ന, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഇവിടെ പറയുന്നത് മേരി ഹാസ് ചോസൻ ദ ബെസ്റ്റ് പാർട്ട്. അത് അവളോട് ആരും അപഹരിക്കുകയില്ല. എന്തുകൊണ്ട് അപഹരിക്കത്തില്ല? അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം. എന്താണ് മേരി ചെയ്യുന്നത്? മാർത്ത ചെയ്യുന്നത് യേശുവിനെ സേവിക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ്? മാർത്ത വാസ് സെർവിങ് ഗാഡ്, അല്ലേ? ഇറ്റ്സ് ട്രൂ. മാർത്ത വാസ് സെർവിങ് ഗാഡ്. ബട്ട് ഹൗ അബൌട്ട് മേരി? മേരി യേശുവിനെ സെർവ് ചെയ്യുകയല്ല. കാര്യം സെർവ് ചെയ്യുമ്പോൾ, ഞാൻ ഒരാളെ സെർവ് ചെയ്താൽ അയാൾക്ക് അതിൻ്റെ ബെനഫിറ്റ് കിട്ടണം. ഞാൻ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഞാൻ സെർവ് ചെയ്യുകയാണ്. എനിക്കല്ല ബെനഫിറ്റ് കിട്ടുന്നത്. ആർക്കാണ് കിട്ടുന്നത്? കുടിക്കുന്ന ആൾക്കാണ്. കുടിക്കുന്ന ആൾക്ക് വെള്ളം കിട്ടി, എനിക്ക് വെള്ളം കിട്ടിയില്ല, ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഐ എം സെർവിങ് ദാറ്റ് പേഴ്സൺ. മാർത്ത വാസ് സെർവിങ് ക്രൈസ്റ്റ് ജീസസ്. You know why? Because she was preparing food for the Lord. It is not for herself. അവക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? യേശുവിന് വേണ്ടി. മറിയയോ? മറിയ കർത്താവിനെ സേവിക്കുകയല്ല. പിന്നെന്താ നടക്കുന്നത്? എന്താണ്? കർത്താവ് മറിയയെ സേവിക്കുകയാണ്. ജീസസ് വാസ് സെർവിങ് മേരി. You know why? Because Jesus was giving and Mary was receiving. You understand the difference? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. മറിയ എന്ത് ചെയ്യാണ്? യേശുവിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അപ്പോൾ യേശുവിന് വേണ്ടി ചെയ്തത് നിലനിൽക്കുന്നില്ല, യേശുവിൽ നിന്ന് സ്വീകരിച്ചത് നിലനിൽക്കുന്നു. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ദാറ്റ് ഈസ് ദ റിയാലിറ്റി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നത് എപ്പോൾ മാത്രമാണെന്നറിയാമോ? നമ്മൾ ഭൂമിയിലുള്ളപ്പോഴാണ്. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യേശുവിനെ സേവിക്കുകയല്ല. സ്വർഗത്തിൽ യേശു നമ്മളെ സേവിക്കുകയാണ്. ഇൻ ഹെവൻ ജീസസ് സെർവ്സ് മീ. അവൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അവൻ എന്നെ മാറോടണയ്ക്കും. അവൻ എനിക്ക് വിളക്കായിരിക്കും. യുനോ, ഹി ഈസ് ഗിവിങ് ആൻഡ് ഗിവിങ്. ഐ എം ജസ്റ്റ് റിസീവിങ് ഇൻ ഹെവൻ. ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ്. നമ്മൾ ആരാധിച്ചാലൊന്നും കർത്താവിനെ സേവിക്കുമൊന്നുമല്ല. അതൊന്നും ആരും ചിന്തിക്കണ്ട. അതൊക്കെയാണ് കർത്താവിനുള്ള സേവ എന്ന് ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ബിക്കോസ് വെൻ യു വർഷിപ്പ്, ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ് ടു ഗാഡ്. നിങ്ങൾ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന് വല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒന്നുമില്ല. കാര്യം അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തവനാണ്. ചിലപ്പോൾ ആളുകളൊക്കെ പാസ്റ്റർമാർ വന്ന് പറയുന്നത് കേട്ടുകൊണ്ട്, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാ, സ്തുതിച്ചോണ്ടിരുന്നാട്ട്, നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ അവന്റെ സിംഹാസനം താഴെ വീഴുമെന്ന്. അങ്ങനെയൊന്നും പേടിച്ചൊന്നും ആരും സ്തുതിക്കൊന്നും വേണ്ട. അവന്റെ സിംഹാസനം ഒന്നും നിങ്ങൾ സ്തുതിച്ചില്ലെന്ന് പറഞ്ഞൊന്നും താഴെ വീഴത്തൊന്നുമില്ല. നിങ്ങളുടെ സ്തുതിയൊന്നും അല്ല അവനെ നിലനിർത്തുന്നത്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ് ഇൻ ഹിസ് ലൈഫ്. ബിക്കോസ് ദ ബീയിങ്, ഹി കനോട്ട് ബി ചേഞ്ച്ഡ്. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവനെന്ത് വ്യത്യാസം? അവനൊരു വ്യത്യാസവുമില്ല. നമുക്കാണ് മനുഷ്യനായി പ്രശ്നമൊക്കെ. ആരെങ്കിലും നമ്മളെ പൊക്കി പറയുകയാണെങ്കിൽ, നമ്മളെ സ്തുതിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് പൊങ്ങുമായിരിക്കും. പക്ഷേ യേശു അങ്ങനെ പൊങ്ങുന്ന ആളൊന്നുമല്ല, ഇല്ലേ? യേശുവിന് അങ്ങനത്തെ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്തുതിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ കർത്താവിന് വേണ്ടിയല്ല. നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നതിനകത്ത് കാരണമുണ്ട്. യെസ്, വെൻ ഐ പ്രൈസ് സംബഡി, യു നോ വാട്ട് ഹാപ്പൻസ്? I accept a truth. You know what it is? The person whom I praise, he is somebody big. And when I am praising somebody,
ഐ ആക്സെപ്റ്റ് ദ ട്രൂത്ത് ദാറ്റ് ഐ ആം നോബഡി. ഞാൻ ആരുമല്ലെന്നും ഞാൻ സ്തുതിക്കുന്ന വ്യക്തി ഉന്നതനാണെന്നുള്ള തിരിച്ചറിവാണ്. അതാണ് വാസ്തവത്തിൽ ആരാധന. എന്തിനു വേണ്ടി ആരാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റ് എനിക്ക് എന്താണ്? ഞാൻ എത്ര ബലഹീനനാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. വെൻ ഐ വർഷിപ്പ് ഗാഡ്, I understand, I see how great God is. And I look at myself and I understand I'm nobody. എൻ്റെ ശൂന്യതയാണ് ആരാധനയിൽ ഞാൻ തിരിച്ചറിയുന്നത്. That helps me to humble myself. കാരണം കർത്താവിനെ അറിയും തോറും ഞാൻ ചെറുതായി വരികയും അവൻ വലുതായി വരികയുമാണ്. അപ്പോൾ ആരാധനയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നെ തന്നെ ഹംബിൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതാണ് ആരാധന. ഇതിനാണ് കർത്താവ് ആരാധന വെച്ചിരിക്കുന്നത് തന്നെ, നമ്മളെ തന്നെ ഹംബിൾ ചെയ്യാൻ, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനായിട്ട്. വി ആർ നോബഡി ബിഫോർ ഗാഡ്. ഞാൻ പറഞ്ഞത്, വെൻ യു വർഷിപ്പ് ഗാഡ് യു ആർ നോട്ട് സെർവിങ് ഗാഡ്. കാര്യം യേശുവിന് അതിൻ്റെ ബെനഫിറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ചെറിയവരിൽ ഒരുത്തനും ചെയ്തതൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ കർത്താവിനെ സേവിക്കാനുള്ള മാർഗം. കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യേശുവിന് പ്രയോജനപ്പെടണമെങ്കിൽ, അതാണല്ലോ, എനിക്ക് യേശുവിന് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല. പറ്റുമോ? എനിക്ക് യേശുവിനുണ്ട് വെള്ളം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാഹിക്കുന്ന ഒരുത്തന് വെള്ളം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് യേശുവിന് കൊടുക്കുകയാണ്. സോ വെൻ ഐ am giving water to a person who is thirsty, or when I am feeding somebody who is starving, I am serving God. That is the only way to serve God. No other way. അത് മാത്രമേ ഉള്ളൂ ദൈവത്തെ സേവിക്കാനുള്ള മാർഗം. വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കാ ബെനഫിറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എനിക്കാ ബെനഫിറ്റ്. കാര്യം പ്രാർത്ഥന കർത്താവിനെ അല്ല, ആരെയാ വ്യത്യാസപ്പെടുത്തുന്നത്? എന്നെ തന്നെയാണ്. ഞാൻ ആരാധിക്കുമ്പോഴും എനിക്കാണ് ബെനഫിറ്റ്. കാര്യം എൻ്റെ ആരാധന യേശുവിനെ അല്ല വ്യത്യാസപ്പെടുത്തുന്നത്. ആരെയാണ് വ്യത്യാസപ്പെടുന്നത്? എന്നെയാണ് വ്യത്യാസപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു കാര്യം കർത്താവിനല്ല പ്രയോജനം. ആർക്കാണ്? എനിക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത്. ഇനി കർത്താവിനെ സേവിക്കണമെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും സേവിക്കണം. ചെറിയവരിലൊരുത്തനെ സേവിക്കണം. വലിയവനെ സേവിച്ചാലും പ്രയോജനമില്ല. എൻ്റെ ഈ ചെറിയവരിലൊരുത്തന്. കാര്യം വലിയവർക്കൊക്കെ സേവിക്കാൻ നമുക്കെല്ലാം വളരെ മോഹമുണ്ട്. എന്നേക്കാൾ വലിയ ആളുകളെ സഹായിക്കാനും സേവിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. പക്ഷെ കർത്താവ് അത് അവന് വേണ്ടി ചെയ്തതായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷെ എൻ്റെ എളിയ സഹോദരന് വേണ്ടി ചെയ്യുന്നതെല്ലാം അവന് വേണ്ടി ചെയ്തതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിനെ സേവിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് എളിയവനെ സേവിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും, ഇൻക്ലൂഡിങ് വെൻ ഐ ഇവാഞ്ചലൈസ്, ബിക്കോസ് ഞാൻ സേവിക്കുന്ന ആരെയാണ്? അജ്ഞനായ, യേശുവിനെ കുറിച്ച് തിരിച്ചറിവില്ലാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ ഒരാൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്താൽ, വെൻ യു ആർ എ ടീച്ചർ യു ആർ സെർവിങ് ജീസസ്, ബിക്കോസ് യു ആർ സെർവിങ് എ പേഴ്സൺ, എ ചൈൽഡ്. യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ തിങ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? യേശുവിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിലയിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ കുഞ്ഞിന് അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോൾ, നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ ഒരാളെ സേവിക്കുമ്പോൾ, നേഴ്സാണെങ്കിൽ ഒരാളെ ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങളൊരു ബാങ്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്കാരനാണെങ്കിൽ, ഇൻ ഓൾ ദീസ് തിങ്സ് വെൻ യു സെർവ് ദ ലിറ്റിൽ വൺസ്, യു നോ വാട്ട് ഹാപ്പൻസ്? യേശുവിനെ നിങ്ങൾ സേവിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണ് നമ്മൾ വാസ്തവത്തിൽ ഭൂമിയുടെ ഉപ്പാകുന്നത്. ഞാൻ അന്നേരം ആ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യം അങ്ങോട്ട് നിൽക്കട്ടെ, നമുക്കിവിടെ പറയാം. ഇവിടെ മറിയയുടെ കാര്യത്തിൽ എന്താണെന്നറിയാമോ? മറിയ യേശുവിനാൽ സേവിക്കപ്പെടുകയാണ്. ജീസസ് ഈസ് സെർവിങ് മേരി. മാർത്ത വാസ് ട്രൈങ് ടു സെർവ് ജീസസ്. സ്വർഗത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിൽ നമുക്ക് യേശുവിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ നമുക്ക് യേശുവിന് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ നമുക്ക് ട്രാക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സ്വർഗത്തിൽ ട്രാക്റ്റ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ ചെന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റുന്നത്, എന്നാൽ സ്വർഗത്തിൽ ചെന്നിട്ട് ഞാൻ കുറച്ച് പേർക്ക് ട്രാക്റ്റ് കൊടുക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. സ്വർഗത്തിൽ ട്രാക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞ് ആരെയും വിശ്വാസത്തിലേക്ക് നയിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ചെയ്യണം. എവിടെ ചെയ്തോണം? ഭൂമിയിൽ ചെയ്തോണം. സ്വർഗത്തിൽ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് എല്ലാവർക്കും പറയാം. ഞങ്ങളെ പോലുള്ളവർക്ക് പ്രയാസം. കാര്യം സ്വർഗത്തിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ചില പാട്ടുകൾക്കുണ്ടല്ലോ, ഈ മൈക്കലൊന്നും പിടിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത പാട്ടുകളുണ്ട്. ദിവസവും മൈക്കൽ ഇങ്ങനെ ഒന്ന് പിടിച്ചില്ലെങ്കിൽ ഇവരൊക്കെ സ്വർഗത്തിൽ ചെന്നാൽ എന്നാ എടുക്കുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാര്യം സ്വർഗത്തിൽ എന്തോ ഇല്ല, പ്രസംഗമില്ല. അപ്പൊ സ്വർഗത്തിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ ഇതൊന്നുമില്ല. സ്വർഗത്തിൽ എന്താ സംഭവിക്കുന്നത്? വി ആർ നോട്ട് സെർവിങ് ഗാഡ്. സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നു? ഗാഡ് സെർവ്സ് അസ്. യേശു നമ്മളെ സെർവ് ചെയ്യാണ്. ഇപ്പൊ സ്വർഗത്തിൽ എന്ത് നടക്കുന്നോ അതാണ് മേരിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്?
സ്വർഗത്തിൽ ഇറ്റേണിറ്റിയിൽ നടക്കുന്ന കാര്യം ഇപ്പോൾ മേരിയുടെ ഭവനത്തിൽ മേരിയിൽ സംഭവിക്കുകയാണ്. കാര്യം സ്വർഗത്തിൽ യേശു നമ്മളെ സെർവ് ചെയ്യുന്നു. ഇതാ മറിയയുടെ വീട്ടിൽ മറിയയെ കർത്താവ് സെർവ് ചെയ്യുകയാണ്. അവൾ കർത്താവിൽ നിന്ന് അവൻ്റെ വചനത്തെ പ്രാപിക്കുകയാണ്. അവൻ്റെ കാൽപാദത്തിൽ ഇരുന്ന് പഠിക്കുകയാണ്. അവനിൽ നിന്ന് സ്വീകരിക്കുകയാണ്. നാം അവനിൽ നിന്ന് പഠിക്കുമ്പോൾ, അവനിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? യു ആർ ബ്രിങ്ങിങ് ഇറ്റേണിറ്റി ഡൗൺ ടു എർത്ത്. നിങ്ങൾ നിത്യതയെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അത് നിലനിൽക്കുന്നതാണ്. ബിക്കോസ് എവറിഥിങ് ഇറ്റേണൽ that lasts forever, everything earthly that doesn't last. ഭൗമികമായതൊന്നും നിലനിൽക്കുന്നില്ല, ഇറ്റേണൽ ആയിട്ടുള്ളതെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എവിടെയെങ്കിലും പോയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ആലോചന പ്രാപിക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെന്ന്. യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ യു സിറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്? യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ തിങ്. യു നോ വാട്ട് യു ആർ ഡൂയിങ്? യു ആർ ബ്രിങ്ങിങ് ഇറ്റേണിറ്റി ഡൗൺ ഹിയർ ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിലേക്ക് നിത്യതയെ ഇറക്കിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നതാണെന്ന് പറയാൻ കാര്യം. അപ്പൊ നിലനിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെ? ഒന്ന്, സ്വർഗത്തിലെ നിക്ഷേപം. രണ്ട്, ഭൂമിയിലിരിക്കുമ്പോൾ ഞാൻ നിക്ഷേപിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നത്. രണ്ട്, എന്താണ്? സ്വർഗത്തെ, ഇറ്റേണിറ്റിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവസാന്നിധ്യം. ഇത് രണ്ടും നിലനിൽക്കുന്നതായ കാര്യമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇവിടെ നഷ്ടപ്പെടാത്ത നിക്ഷേപത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പിന്നീട് ഇൻഫാക്ട് ഇറ്റ് ഇസ് കമ്മിങ്, എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ഐ ഹോപ്പ് ഐ വിൽ ബി ഏബിൾ ടു സേ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ പാസേജ് എങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. വി ആർ ബ്രിങ്ങിങ് ഇറ്റേണിറ്റി ഡൗൺ ടു ദി എർത്ത്. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നമ്മൾ നിക്ഷേപിക്കുന്നത് സ്വർഗത്തിലാണെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ കൂടുതൽ സമയം ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണോ? അല്ല. ഭൂമിയിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ഫോർ ഫ്യൂ. എന്നാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതയുടെ വലിപ്പമായിട്ട് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നൊടി നേരത്തേക്കുള്ള ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലെ നമുക്ക് തോന്നത്തുള്ളൂ. നിത്യതയുടെ വലിപ്പമായിട്ട് തട്ടിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ 100 വർഷത്തിൽ കൂടെ ഒന്നും ഇവിടെ ആരും ജീവിക്കാൻ പോകുന്നില്ല. നമ്മൾ 100 ട്രില്യൺ ഇയേഴ്സ് പോലും അല്ല സ്വർഗത്തിൽ ജീവിക്കാൻ പോകുന്നത്. അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇത് വളരെ നൊടി നേരത്തേക്കുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. കാര്യം ഇവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഇനി എങ്ങോട്ട് പോകുന്നു അവിടെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഞാൻ ടാൻസാനിയൻ കറൻസി ഞാനവിടെ ചെന്ന് ആദ്യം എനിക്ക് ഒരു സംശയമുണ്ട്. എന്ത് ഈ കറൻസിയുടെ വാല്യൂ ഒന്നും എനിക്ക് അത്രയും വലിയ പിടിയില്ലായിരുന്നു. ഐ തോട്ട് ഓഫ് ജസ്റ്റ് എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പൈസ വേണമല്ലോ. ഞാൻ ATM നിന്ന് പൈസ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നോക്കി എൻ്റെ ബാങ്കിൽ നിന്ന് ഇത്ര രൂപ മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കി എത്രയാണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത് 40 lakhs, 40 ലക്ഷം. അത് കൊള്ളാമല്ലോ. 40 ലക്ഷം രൂപ ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമില്ല. നമുക്കിവിടെ എൻ്റെ ബാങ്കിൽ അത്ര ഇല്ലതാനും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 1000 രൂപ എന്ന് പറയുന്നത് നമ്മളുടെ 33 രൂപ കൊടുത്താൽ യു ഗെറ്റ് 1000 shillings. അപ്പം 33,000 അല്ല, ഇപ്പോൾ 40,000 ഷില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എന്നാണ് അതിൻ്റെ ഇറ്റ്സ് ഓൺലി 13,000 സംതിങ് ലൈക്ക് ദാറ്റ്. അത്രേ ഉള്ളൂ. അതിൽ കൊള്ളൊന്നുമില്ല. 13,000 രൂപയുടെ കാര്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ബാങ്കിൻ്റെ ബാലൻസ് കിട്ടിയപ്പോൾ ഞാനൊരു കോടീശ്വരനാണെന്ന് ഞാൻ മനസ്സിലായി. കാര്യം കോടികളൊക്കെയാണ് അതിൻ്റെ ബാലൻസ് വന്നിരിക്കുന്നത്. പക്ഷേ ഷില്ലിംഗ് ആണ്, അല്ലാതെ അവരുടെ ടാൻസാനിയൻ ഷില്ലിംഗ് ആണ്, അല്ലാതെ ഇന്ത്യൻ രൂപയല്ല. അപ്പം നമ്മുടെ ബാങ്കിൽ അത്രയും വലിയ എമൗണ്ട് ഞാൻ ഒരിക്കലും ബാലൻസ് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ടി ഷില്ലിംഗ് എന്ന് ഞങ്ങൾ പറയുന്നത് ടാൻസാനിയൻ ഷില്ലിംഗും ഉണ്ട്. ഞാൻ ഇന്ത്യ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഞാൻ സ്പെൻഡ് ചെയ്തതിൻ്റെ ബാക്കി പൈസ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ഞാനിപ്പോൾ പിന്നെ തിരിച്ചു പോകുന്നത് കൊണ്ട് മേ ബി ഐ ക്യാൻ കീപ് ഇറ്റ്. ഇഫ് ഐ എം നോട്ട് ഗോയിങ് ബാക്ക്, ഞാൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്ത് ചെയ്തിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ ടാൻസാനിയയിൽ ജോലി എടുക്കാൻ പോകുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മില്യൺസ് ഒക്കെ ആയിരിക്കും ഒരു മാസം സാലറി കിട്ടുന്നത്. ഇറ്റ്സ് നോട്ട് തൗസൻഡ്സ്, മില്യൺസ്. അങ്ങനെ മില്യൺസ് നിങ്ങൾക്ക് സാലറി കിട്ടിയാൽ നിങ്ങൾ എന്തോ നോർമലി ചെയ്യുന്നത്? അത് ഇത്ര ഇരിക്കട്ടെ. കാര്യം ഇന്ത്യൻ റുപ്പീസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത്രയും എമൗണ്ട് ഒന്നും കാണാനില്ല. ഇതിരുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് പരിശ്രമിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് വില കുറഞ്ഞ പൈസയായിരിക്കും, എന്തും ആയിക്കോട്ടെ. പക്ഷെ വില കുറഞ്ഞ പൈസയാണെങ്കിലും സംഹൗ നിങ്ങൾ വരാൻ പോകുന്ന നിങ്ങളുടെ പെർമനന്റ് റെസിഡൻസിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ
ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നില്ലെങ്കിൽ TR അടിച്ച് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് അടിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സംഹൗ മാക്സിമം എത്രയും നിങ്ങൾ എന്ത് ചെയ്യായിരിക്കും, അതിനെ ഇന്ത്യൻ കറൻസി ആക്കി അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കാൻ പോകുന്ന രാജ്യത്തെ കറൻസി ആക്കി മാറ്റുകയായിരിക്കും. യു അണ്ടർസ്റ്റാൻഡ്? എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ റെസിഡൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുകയാണ്, ഒരു TR അടിച്ച് പോകാൻ പോകുകയാണ്. ആഫ്റ്റർ സം ടൈം പുറത്ത് നമ്മളൊരു TR അടിച്ചു വരാന്ന് പറയുമല്ലോ, നമ്മൾ TR അടിച്ച് പോവുകയാണ് എങ്ങോട്ട്? ഇറ്റ് ഈസ് ടു ഹെവൻ. സോ ഇഫ് യു നോ ദാറ്റ്, ഇഫ് യു ആർ അവെയർ ഓഫ് യുവർ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്, നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും? എങ്ങനെ എത്രയും കൂടുതൽ പണം എനിക്ക് ഞാൻ ചെല്ലാൻ പോകുന്ന രാജ്യത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ആം ഐ റൈറ്റ്? ഇതേപോലെ സ്വർഗീയമായ ഒരു ദർശനം നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഈ ഭൂമിയിലെ നിക്ഷേപം എങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപിക്കാനായിട്ട് പറ്റും, എങ്ങനെ എനിക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതേ രാജ്യത്ത് തന്നെ നിക്ഷേപിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം. ഇപ്പൊ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. ഈവൻ US എന്താണ് നിക്ഷേപിക്കുന്ന ആളുകൾ, ദേ സ്പെൻഡ് മണി ഇത്. പക്ഷെ റിസഷൻ വന്നപ്പോഴത്തേക്ക് അവർ ഭയങ്കര പ്രയാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസഷന്റെ സമയമായപ്പോഴത്തേക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഇടിഞ്ഞു പോവുകയാണ്. പക്ഷെ അന്നേരം ഇന്ത്യയിൽ ഡിപ്പോസിറ്റ് ചെയ്തതിന് അത്രയും വലിയ പ്രയാസമില്ല. കാര്യം റിസഷൻ ഒന്നും ഇവിടെ കാര്യമായിട്ടൊന്നും ബാധിച്ചില്ല. അപ്പോൾ എൻ്റെ നിക്ഷേപം ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ റിസഷനും മറ്റുള്ള കാര്യങ്ങളെ ഞാൻ ആലോചിക്കത്തുള്ളൂ. എൻ്റെ നിക്ഷേപം ടാൻസാനിയയിലാണെങ്കിൽ ടാൻസാനിയയിലെ ഓരോ ചെറിയ സംഭവങ്ങളും എനിക്ക് ഭയങ്കര കൺസേൺ ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും എൻ്റെ ഹൃദയം എന്നുള്ളത് സംശയമില്ല. ഒരാളുടെ ഹൃദയം എവിടെയാണെന്ന് അറിയണമെങ്കിൽ അയാളുടെ നിക്ഷേപം എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി. You